ഞാൻ ഏറ്റവും ലോവസ്റ്റ് ഔട്ട്പുട്ട് ഡിവിഷനിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇൻഡിയോൺസ് അതൊക്കെ വെരി സ്മോൾ ഇൻഡിയോ. നമുക്ക് നമ്മൾ പേരിനെ നോക്കുന്നത് മിനിമയ്ക്കാണ് നോക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഇതാണ് ഏറ്റവും കുറഞ്ഞ റെസ്പോൺസ്. അതിന് താഴേക്ക് പോകുന്നുണ്ടോ നോക്കി? ഇല്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും 3.7 മില്ലിയോൾട്ട്. ആ വാല്യൂ നമുക്ക് വാല്യൂ ഇവിടെ വാല്യൂ നമുക്ക് പ്രധാനമല്ല. നമുക്ക് എന്താണ് മിനിമം പോയിന്റ് ആണ് പ്രധാനം. ഏതാ? D1. ഇതാണ് ഏറ്റവും കുറഞ്ഞ പോയിന്റ്. എത്രയാണെന്ന് നോക്കി? ഒന്നുകിൽ നിങ്ങൾക്ക് മിഡിൽ ലൈൻ നോക്കാം, അല്ലെങ്കിൽ 0 നോക്കാം, 10 നോക്കാം. ഏത് നോക്കിയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു അലൈൻമെന്റ് എടുക്കാം. ഏത് അലൈൻമെന്റ് എടുക്കുന്നത്? 0 എടുക്കാം. 0 ഒക്കെ എടുക്കുന്നത് എവിടെയാന്ന് നോക്കി? ഈ ആവശ്യമില്ല. 12.2 തുറന്നു നോക്കാം. 12.35 ശരിക്കും. സമയമായോ? ഞാൻ അത്ര വിചാരിച്ചു. നേരത്തെ ഒരു കഴിഞ്ഞ ഇവരെ രണ്ടാമതായിരുന്നു അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവരൊന്നും വരാതിരുന്നിട്ട് മിഡിലെ വരണമെങ്കിൽ എത്രയായിട്ട് എടുക്കണം? 3.5 ആയിട്ട് എടുക്കണം ഈ ലൈൻ. ഓക്കെ, അപ്പൊ ഇതാണ് D1. ഇനി നമ്മൾ എന്ത് ചെയ്യണതാ? അടുത്ത മിനിമയിലേക്ക് പോകാം. തിരിച്ചങ്ങോട്ട് പോകും. മാക്സിമയിലേക്ക് പോകും. ഇവിടെ മിനിമയിലേക്ക് നമ്മൾ കൊണ്ടുവരിക കേട്ടോ. അത് മാക്സിമയിലേക്ക് പോയി. സിഗ്നൽ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഔട്ട്പുട്ട് ഡിവിഷൻ വളരെ സ്മോൾ ആക്കി വെച്ചാൽ നമുക്ക് കാണാത്ത. ഓക്കെ, അടുത്ത മിനിമയിലേക്ക് വരണം. 12 എവിടെയാണ് കേട്ടിരുന്നത്? 12.4 മിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലോവസ്റ്റ് ഇവിടെ മിനിമ എന്ന് പറഞ്ഞാൽ സിഗ്നൽ സ്ട്രെങ്ത് ഏറ്റവും ലോവസ്റ്റ് ആവാന്ന് മാത്രമേ ഉള്ളൂ. പീക്ക് ടു പീക്ക് വാല്യൂ ഏറ്റവും ലോവസ്റ്റ് ആവുക. ഈ പൊസിഷനാണ് ഏറ്റവും പീക്ക് കുറഞ്ഞു വരുന്നത്. കണ്ടോ? ഈ കൂടുവാണ്, ഇവിടെ കൂടുവാണ്. അപ്പൊ ഏതാ മിനിമം വന്നിരിക്കുന്നത്? ഇവിടെയാണ്. ആംപ്ലിറ്റ്യൂഡ് നമ്മളെ സംബന്ധിച്ച് ആംപ്ലിറ്റ്യൂഡ് നോക്കണ്ട. ആ റെസ്പോൺസ് വാല്യൂ ഏറ്റവും മിനിമൽ ആവുക. അല്ലേ? ഇവിടെ റെഫറൻസ് സ്റ്റഡിക്ക് മാത്രം നമ്മൾ പൊസിഷൻ നമുക്ക് പ്രധാനം. ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 12.4 ആയിരുന്നു. പുതിയ നോക്കിയ 0യുടെ പൊസിഷൻ എവിടെ വന്നിരിക്കുന്നത് നോക്കിയേ? 14.6 ആണ്. ഇതാ D2. ഇതാണ് D2 വാല്യൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? D2 മൈനസ് D1. അതെന്തായിരിക്കും? ഹാഫ് വേവ് ലെങ്ത് ഓഫ് ദി വേവ് ഗൈഡാണ്. ഗൈഡ് വേവ് ലെങ്തിന്റെ ഹാഫ് ആണ്. ഡിഫറൻസ് എത്രയാ? ഡിഫറൻസ് എത്രയാ? 14 പോയിന്റ് സംതിങ് മൈനസ് 4.4 ആണ്. അപ്പൊ എത്രയാ? ഗൈഡ് വരുന്നത് 4.4 ആയിട്ടാണ് വരിക. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഈ രീതിയിൽ റീഡിങ് എടുത്തു പോവുക. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്കണക്ട് ഞാൻ ചെയ്യും. എന്നിട്ട്